ഞാനിന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 21ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. വൻ ഭൂകമ്പങ്ങൾ. ഓർക്കുക, മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭൂമി പ്രകമ്പനം കൊള്ളും. മനുഷ്യവംശത്തിൻ്റെ പാപങ്ങളുടെ നേരിട്ടുള്ള പരിണിതഫലമായി ഭൂമിയുടെ മൂന്നിലൊന്ന് ചൂടുകൊണ്ട് ഉരുകും. സത്യമറിയുന്നവർ അനുതപിക്കുകയും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും അവിടുത്തെ ആദരിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവിക നിയമങ്ങൾക്കെതിരായുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. എന്നാൽ മനുഷ്യരാശി വിജാതീയതയെ ആശ്ലേഷിക്കുകയും പരസ്പരം കൊല്ലുകയും ചെയ്യുന്നതിനാൽ ശിക്ഷയുടെ ഒരു പരമ്പര തന്നെ അനുഭവിക്കാനിരിക്കുന്നു. ദേശത്ത് ശക്തമായ ഭൂകമ്പങ്ങൾ സംഭവിക്കും. അവ ഒന്നിനു പിറകെ ഒന്നായി ഉടൻ തന്നെ സംഭവിക്കും. രൂക്ഷമായ കാലാവസ്ഥ വ്യതിയാനങ്ങളും തണുപ്പിൽ നിന്ന് ചൂടിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റവും ഉടനെ തന്നെ സംഭവിക്കും. ഇനി അങ്ങോട്ട് ഋതുക്കൾ മുൻകാലങ്ങളിലായിരിക്കുന്നത് പോലെ ആയിരിക്കില്ല. വെള്ളപ്പൊക്കവും സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും കൂടുതലായി ഉണ്ടാകും. ദൈവത്തിനെതിരായി ദുഷ്ടനിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന രാജ്യങ്ങളെ ഭൂകമ്പങ്ങൾ പിടിച്ചുകുലുക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എന്നെ അറിയുന്നവർക്ക് മനസ്സിലാകും. ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭയാനകമായ ശിക്ഷ സത്യത്തെ ബോധപൂർവം തടയുന്ന വ്യാജസഭകളുടെ മേൽ പതിക്കും. എൻ്റെ അടുക്കൽ നിന്ന് കവർന്നെടുത്ത ആത്മാക്കളെ പ്രതി അവർ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരും. യുദ്ധം രൂക്ഷമാകുകയും അനേകം ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. വിവിധ ദേശങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടും. കൃഷികൾ നശിക്കും. നിങ്ങളിൽ അനേകർ നിങ്ങളുടെ ഭരണകൂടങ്ങളാൽ പീഡിപ്പിക്കപ്പെടും. ആദ്യത്തെ അടയാളം ഭൂമി കൂടുതൽ വേഗതയിൽ കറങ്ങാൻ തുടങ്ങുന്നതായിരിക്കും. രണ്ടാമത്തെ അടയാളം സൂര്യനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സാധാരണ വലുതായി കാണപ്പെടുന്ന സൂര്യൻ കൂടുതൽ പ്രകാശമാനമായതായി അനുഭവപ്പെടുകയും കൂടുതൽ വേഗതയിൽ കറങ്ങുകയും ചെയ്യും. അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തെ മുഴുവൻ ഇളക്കി മറിക്കും. ആ മാറ്റങ്ങളുടെ അർത്ഥം ഭൂമിയുടെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെടും എന്നതാണ്.